ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ചിങ്ങമാസത്തിലെ അത്തന്നാളാണ് കേട്ടോ. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസവും പൂക്കളമിടാമെന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി ശിവവാവയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പൂക്കൾ പറിക്കുന്നതിലും അവൻ എന്നെ സഹായിച്ചു. ചെറിയ കുസൃതികൾ കാണിച്ചും ഓടിക്കളിച്ചും എന്നെ പൂക്കൾ പറിച്ചും സഹായിച്ചും നടക്കുന്നതിനിടയിൽ ഞാൻ തുമ്പപ്പൂ അന്വേഷണത്തിലായിരുന്നു. തുമ്പപ്പൂ അന്വേഷണത്തിൽ ആദ്യം നിരാശയായിരുന്നു ഫലമെങ്കിലും വയലിൻ്റെ മറുകരയിൽ പോയപ്പോൾ എനിക്ക് ആവശ്യത്തിന് തുമ്പപ്പൂക്കൾ കിട്ടി. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂ ഇടാറുണ്ട്. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളമിടുന്നത്. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. പൂക്കളമിടാൻ ആദ്യം തന്നെ മണ്ണുകൊണ്ട് മണ്ഡപം ഒരുക്കണം. അതിനുവേണ്ടി 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങൾ മണ്ഡപമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. തറ വൃത്തിയാക്കി ചാണകം പുരട്ടി അത്തന്നാളിൽ തുമ്പപ്പൂ ഉപയോഗിച്ച് പൂക്കളമിടും. ചിലപ്പോഴൊക്കെ ആദ്യ ദിവസം തന്നെ മുക്കുറ്റിയും കോളാമ്പിയും തുടങ്ങിയ മഞ്ഞപ്പൂക്കളും ഇടാറുണ്ട്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിറപ്പൂ മാത്രമേ ഇടാൻ പാടുള്ളൂ. പല സ്ഥലത്തും പല രീതികൾ. ഞാനിവിടെ തുമ്പപ്പൂവും തുളസിപ്പൂവും കൊണ്ട് അത്തമിട്ടു. എനിക്കും ഇതെല്ലാം പുതിയ അറിവാണ്. ശിവവാവയും ഇതെല്ലാം കണ്ടു വളരട്ടെ. ശിവവാവ ഇനി ഈ പരിസരത്തോട്ടേ വരികയില്ല, പൂക്കളം നശിപ്പിക്കുകയില്ല. ചാണകം കണ്ടതോടുകൂടെ അവൻ പമ്പ കടന്നു. അമ്മ ബേ എന്ന് പറഞ്ഞ് അവൻ അകത്തോട്ട് കയറിപ്പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.